ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. എഴുന്നേറ്റു. രാവിലെ തന്നെ നല്ല മഴയാണ്. നോക്കട്ടെ. നല്ല മഴയാണ്. ഇന്നലത്തെ ഐലൈനർ ഇതുവരെ പോയില്ല. ഇത് പീലിംഗ് ടൈപ്പാണ്, അതുകൊണ്ട് കരഞ്ഞാലൊന്നും പോകത്തില്ല. സേഫ് ഇതാ. ജസ്റ്റിനൊക്കെ ഒന്നും കൂടെ എളുപ്പം ഇതായിരിക്കും കേട്ടോ. എന്തായാലും കരയാനുള്ളതല്ല ഇനി കുറച്ച് നാളും. എല്ലാം പൊളിഞ്ഞില്ലേ, അപ്പം ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്ത് ചെയ്യാനെന്ന് ഏതെല്ലാം കാര്യത്തിൽ എങ്ങനെയൊക്കെ കള്ളത്തരങ്ങളെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് വന്ന് പെട്ടെന്ന് ഭഗവാൻ തന്നെ അതെല്ലാം പൊളിച്ചെടുക്കുകയില്ലേ. നീ ചെയ്ത കർമ്മം ഇതന്നെ അനുഭവിക്കും. പറഞ്ഞില്ലേ മോളെ, കേട്ടില്ലല്ലോ, അനുഭവിച്ചോ. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്താണെന്നറിയോ, നിൻ്റെ കള്ളം എല്ലാവരും അറിഞ്ഞു. അത് മതി. ഭഗവാനായിട്ട് തന്നെ അത് കാണിച്ചു കൊടുക്കും. അതാണ്, ഒരിക്കലും ഒരു കള്ളം ഒരു പരിധി വിട്ട് മുന്നേറത്തില്ല, സമ്മതിക്കത്തില്ല. പ്രകൃതി പോലും അതിന് സമ്മതിക്കത്തില്ല. അതിനൊരടയാളമാണ് ഈ പെയ്യുന്ന മഴ. ഇനി ജോലിക്ക് പോകാൻ പറ്റുമല്ലോ എന്നറിയത്തില്ല. നോക്കട്ടെ മഴയുടെ കാര്യങ്ങൾ. ലാപ്ടോപ്പ് ഒന്ന് ഓണാക്കി നോക്കട്ടെ. കിട്ടുന്നുണ്ട്. ഇത് അച്ഛൻ്റെ ഷർട്ടയിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുക, ജസ്റ്റ് വരയ്ക്കുക. ഡൗട്ടുള്ളത് നമുക്ക് സൂം ചെയ്ത്, അതായത് മെയിൻ പോർഷൻ ഇവിടാണ്, അവിടെ ഡൗട്ടുള്ളതെടുത്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഇതായിട്ട് പറ്റുന്ന രീതിയിൽ ഈ ഭാഗത്ത് ഇതൊക്കെ ചെറിയ ലൈൻസ് ആയതുകൊണ്ട് വരയ്ക്കുക. അങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഇതാണ് കഥകളി അല്ല തെയ്യത്തിൻ്റെ മ്യൂറൽ ഡിസൈൻ വരുന്നത്. ഇതാണ് ഞാൻ ആറ്റുകാലമ്മയുടേത് നോക്കി വരച്ച് അവിടെ സമർപ്പിച്ചത്. സത്യം പറഞ്ഞ് ഇത് ഭഗവാന്റെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇവിടെ ഇരിപ്പുണ്ട്, ചെയ്യണം അത്. പക്ഷെ ഇപ്പം പറ്റത്തുമില്ല. ഇതൊക്കെ ഓരോ ഇയർ വൈസ് കല്യാണത്തിൻ്റെ, എൻഗേജ്മെൻറ്റിൻ്റെ, ദേവാർജുൻ്റെ 28 കെട്ട്, ബാംഗ്ലൂർ വെച്ചുള്ളത്, ബർത്ത്ഡേ, അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടേക്കുക. ഈ വർക്കിലോട്ട് പോട്ടെ. ഇവിടെ ഒരാൾ കാക്ക ചൊല്ലിക്കൊണ്ട് ഇരിക്കുക കുഞ്ഞിനെ കാണിക്കാവേ. കൂട്ടിനകത്തൊരു കുഞ്ഞ് ഉണ്ട്. കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. കുഞ്ഞിന് തീറ്റി കൊടുക്കായ കുഞ്ഞ് കിടന്ന് കരയുന്നു. കുഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്കോട് ഒടിഞ്ഞു വീണ കമ്പ്, അതുകൊണ്ടത് ഇങ്ങോട്ട് ചാഞ്ഞു കിടപ്പുണ്ട്. ഈ ആഞ്ഞിലിക്കമ്പ് ഇതിൻ്റെ ഞങ്ങൾക്ക് പേടി ഇതായിരുന്നു. ഇതെന്തായാലും നേരത്തെ വെട്ടി, അതുകൊണ്ട് എല്ലാം കിളുത്ത് കയറി വരുന്നതേ ഉള്ളൂ. ആമ്പലിനൊന്നും എന്തായാലും വെള്ളം ഒഴിക്കേണ്ട വന്നില്ല. തനതാന മഴ പെയ്ത് വെള്ളം കയറി എല്ലാം ക്ലീൻ ആക്കിയത്. പക്ഷെ ഒരു മഴ പെയ്തപ്പോഴത്തേക്ക് മൊത്തത്തേക്ക് കയറി കാട് പിടിച്ചു. ഞങ്ങളുടെ ചെറിയ വെള്ളക്കെട്ട് ഇതാ. അമ്മയുടെ ചെടികളൊക്കെ പോവുകയും ചെയ്തു. എൻ്റെ വണ്ടിയിൽ നിന്ന് നനഞ്ഞു.
അതിലെ കൂടെ പോകുമ്പോൾ ഇനി നോക്കാം ഓരോ സൈഡും. ഇന്ന് എന്തായാലും ഇച്ചിരി നേരത്തെ ഇറങ്ങണം. അമ്മ അതുകൊണ്ട് ഇവിടെ പരിപാടിയില്ല. ദേവാജുവിൻ്റെ സൈക്കിള് ചുറ്റിനും മഴ തന്നെ മഴ. എങ്ങനെയൊക്കെ കഴുകിയിട്ടും കണ്ണിൻ്റേത് മാത്രം മായുന്നില്ല. അതിങ്ങനെ കിടക്കുക. ഇനിയിപ്പം വർക്ക് കഴിഞ്ഞു. ഡ്രസ്സ് അയൺ ചെയ്യണം, ഇടണം, റെയിൻകോട്ട് എടുത്തിടണം, കഴിക്കണം, ഹെൽമെറ്റ് വെക്കുക, വണ്ടി എടുക്കുക, നേരെ ജോലി സ്ഥലത്തോട്ടൊരു പോക്കങ്ങ് പോവുക. ഫില്ല് ചെയ്തൊന്നുമില്ല, ഐലൈനർ ഇവിടെ എഴുതുക, ഇത്രയേ ഉള്ളൂ. ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക, മുടി ഇതുപോലെ തന്നെ പൊക്കി കെട്ടി വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പം അവിടെ ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയൊക്കെയാണെന്ന്. വെള്ളം എവിടെയൊക്കെ പൊങ്ങിയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ട് സെക്യൂറായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ന്യൂസുകൾ കൃത്യസമയത്ത് കാണാൻ ശ്രമിക്കുക. എല്ലാം ഡീറ്റെയിലായിട്ട് അറിയാൻ ശ്രമിക്കുക. എന്നിട്ട് അതനുസരിച്ച് സർക്കാർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പോവുക. അപ്പം അവർ പറയുന്നത് നമ്മൾ കേൾക്കുക. ഇല്ലെങ്കിൽ ഇത് ഏകദേശം കാറ്റൊക്കെ നല്ല രീതിയിൽ അടിച്ചായിരുന്നു. പ്രളയ സമയത്ത് 2018 പ്രളയ സമയത്ത് എങ്ങനെയായിരുന്നു കാറ്റ് അടിച്ചുകൊണ്ടിരുന്നത് അതേ സെയിം രീതി തന്നെയാണ്. അപ്പോൾ എന്താ പറയണ്ടേ, എല്ലാവരും ജാഗ്രതയായിട്ട് ഇരിക്കുക. ഇനി പോകുന്ന വഴിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഇച്ചിരി നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചു. ഡ്രസ്സ് ചെയ്തിട്ട് വരാം. ഈ ഉള്ളത് മുടിയാണ്. മുടി വന്നിട്ട് നമുക്ക് എണ്ണ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. സെറം വെച്ച് നമുക്ക് ചെട കളയാം. സ്ട്രീക്സിൻ്റെ സെറം. ഇതുപോലെ നമ്മൾ പാർട്ടീഷൻ എടുത്ത് ചെട കളയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി എല്ലാം പോയി. അതുപോലെ തന്നെ കൈയിട്ട് കോരുമ്പം പതിയെ ചെയ്യണം, ഒരു മയത്തിൽ, ഇല്ലെങ്കിൽ മുടി പൊട്ടി പോകും. ബാക്കി ഇവിടെ ഇരിക്കുന്ന നമ്മൾ റബ്ബ് ചെയ്ത് ഇതുപോലെ എല്ലായിടത്തും സ്പ്രെഡാക്കി വെച്ചിട്ട് ഇവിടെ ഓരോന്നായിട്ട് കളയാം. പോകുന്ന വഴിക്ക് എന്തോ വഴിക്കുന്നു ഇപ്പോഴേ ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ പേടിയാണ്. ഹായ്, അപ്പം ലാസ്റ്റ് ലുക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിനി വേണ്ടത്
പവർ ബാങ്ക്, ഹെഡ്സെറ്റ്. ഇനി വല്ലതും കഴിച്ചിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ട് നമുക്ക് കമ്പനിയിലേക്ക് പതിയെ പോവാം. പറഞ്ഞുമില്ല, ഞാൻ വരച്ച അച്ഛന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വർക്ക് കാണിക്കാം. ഇതാണ് ഞങ്ങളുടെ കമ്പനി ഉദ്ഘാടനത്തിന് എൻ്റെ അച്ഛൻ ഇട്ടുകൊണ്ട് വരാൻ പോകുന്നത്. 2-3 പ്രാവശ്യം നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതേ പിടിക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ അങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെ പിടിക്കുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. കണ്ണ് ശരിക്കൊന്നും കൂടെ റെഡിയാക്കണം, ലിപ്സ് ശരിയാക്കണം, പിന്നെ ഇടയ്ക്ക് കളർ ചെയ്യാനുണ്ട്. ഈ തെയ്യത്തിൻ്റെ ഈ സൈഡൊക്കെ ചെറുതായിട്ട് ബ്ലാക്കിഷ് കളർ കൊടുത്ത് ഒന്നും കൂടെ റെഡിയാക്കാനുണ്ട്. ഇനി കിടക്കുന്ന വർക്കുകൾ ഇത്രയല്ല, ഫുൾ കംപ്ലീറ്റ് ആക്കണം. ഇനി പെൻസിൽ വെച്ച് വരച്ചതാണ്, പക്ഷേ അതങ്ങനെ ഇരിപ്പുണ്ട് കഥകളിക്കാരന്. അവിടെ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് വേറെ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇതാണ് അച്ഛൻ അന്നിട്ടുകൊണ്ട് വരാൻ പോകുന്നത്. ഇത് നെബിലൈസർ, പിന്നെ പ്രഷർ നോക്കാൻ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം. ഹലോ, അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇങ്ങനായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പല്ലേ, അപ്പം വണ്ടിയെ പോവാം. 2 വീലർ എന്തായാലും തണുപ്പടിക്കും, അതുകൊണ്ട് ഇതങ്ങിട്ടു. പിന്നെ എൻ്റെ മണ്ടയ്ക്ക് ഇനി കോട്ടിടണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് കഴിക്കാം നല്ല ചൂടിഡലി ചമ്മന്തി കഴിച്ചിട്ട് ചായ കുടിച്ചിട്ട് ഒരൊറ്റപ്പോക്ക് അങ്ങ് പോവാം. പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് വെള്ളക്കെട്ടൊക്കെ ഉള്ളത് കാണിക്കാം. വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ഉള്ളതും കാണിക്കാം. അപ്പം ടാറ്റാ. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ആശാൻ എൻ്റെ തോളത്തങ്ങ് കയറി. എന്തോ പറ്റി? അമ്മ കണ്ടില്ലയോ? എന്തോ പറ്റി മുത്തേ? എന്തോ പറ്റി? ഇതേത് കുഞ്ഞാത്? നാണം വന്നു എൻ്റെ മുത്തിന്. ഇനി ഞങ്ങൾ കുറച്ച് കാര്യമൊക്കെ ആയിട്ട് പോട്ടെ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇതേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.